ഹായ് മക്കളെ, നമ്മളെല്ലാവരും പുതിയ GABക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ എല്ലാവരും പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് വിചാരിക്കുകയാണ്. ശരിക്കും എന്തിനാണ് ഈ GAB എക്സാം? നിങ്ങൾ പലപ്പോഴും ആലോചിക്കുന്ന, പലപ്പോഴും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പം അത് ജെയ്ക്കാവട്ടെ നീറ്റിനാവട്ടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് അല്ലേ? അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന പോലെ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ബോർഡ് എക്സാമിന് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, അത് എക്സാം ഹാളിൽ പോയി അപ്ലൈ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ജെയ്, കീം, നീറ്റ് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴേ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലെവൽ മനസ്സിലാവണം. കാരണം ഇത് റാങ്ക് ബേസ്ഡാണ്. നമ്മൾ ഒരുപാട് മാർക്ക് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, ബാക്കി എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം, പിന്തള്ളിയിട്ട് നമ്മൾ മുമ്പിലെത്തണം അല്ലേ? അപ്പോൾ അതെത്തണമെങ്കിൽ ബാക്കിയുള്ളവരുടെ ലെവൽ അനുസരിച്ച് ലെവൽ കമ്പയർ ചെയ്യുമ്പം നമ്മൾ എവിടെ നിൽക്കുന്നത് കംപ്ലീറ്റ് നമുക്ക് ഐഡിയ ഉണ്ടാകും അല്ലേ? ആ ഐഡിയ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒരു റൂമിലിരുന്ന് എക്സാം എഴുതി നടക്കുന്ന കാര്യമല്ല അല്ലേ? പകരം എന്ത് ചെയ്യണം, പുറത്തിറങ്ങിയിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരോട് എന്ത് ചെയ്യണം, മത്സരിക്കണം അല്ലേ? അതിന് നിങ്ങൾക്ക് അവസരം തരുന്നതാണ് GAB. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ തന്നെ എല്ലാ ആൾക്കാരും ഈ നീറ്റ് ജെയ്പ്പുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരോടും നമ്മൾ എന്ത് ചെയ്യണം, കോമ്പീറ്റ് ചെയ്യണം. അങ്ങനെ കോമ്പീറ്റ് ചെയ്തിട്ട് നമ്മളെ ലെവൽ എവിടെയാണെന്ന് മനസ്സിലായാൽ മാത്രമാണ് നമ്മൾ മുൻപോട്ടുള്ള സ്റ്റഡീസ് എങ്ങനെ പോകണം നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലേ? അതിനുള്ള വണ്ടർഫുൾ ആയുള്ള അവസരമാണ് GAB. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ GABന്റെ സെൻറ്റർ ആണ് ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ്. ആ സെൻറ്റേഴ്സ് ഓരോ ജില്ലയ്ക്കും ഓരോ സെൻറ്റേഴ്സ് ആയിരിക്കും, നിങ്ങൾക്ക് അറിയാം. ആ സെൻറ്റേഴ്സ് ഞാൻ എന്താണ് അനൗൺസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് തൃശ്ശൂരോടാണ്. തൃശ്ശൂരിൽ സെൻറ്റർ വരുന്നത് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ചിറമരങ്ങാട്. ഓക്കെ, പിന്നെ ആലപ്പുഴക്കാർക്ക് ക്യാപ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആലപ്പുഴ പുന്നപ്പുറമുള്ള കോളേജാണ്. ദെൻ കാസർഗോഡ് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ദെൻ കൊല്ലം ബിഷപ്പ് ജെറം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം. മലപ്പുറം ITP സെൻറ്റർ ഓഫ് കോട്ടകൾ. അടുത്ത കോട്ടയംകാർക്ക് ഗിരിദീപം ബേത്തനി സെൻട്രൽ സ്കൂൾ. എറണാകുളക്കാർക്ക് KMA എഞ്ചിനീയറിംഗ് കോളേജ്. കോഴിക്കോടുകാർക്ക് 2 സെൻറ്റേഴ്സ് ഉണ്ട്, ഒന്ന് സെൻറ് ജോസ് അസസ്മെൻറ്റ് സ്കൂളും അതേപോലെ മുദ്രയും, രണ്ടും ഉള്ളത് കുറ്റിക്കാട്ടൂരാണ്. പിന്നെ ട്രിവാൻഡ്രംകാർക്ക് മൾട്ടി ഡാറ്റ 3rd ഫ്ലോർ മുല്ലശ്ശേരി ടവേഴ്സിലാണ്. പാലക്കാടുകാർക്ക് നെഹ്റു ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. ആൻഡ് ലാസ്റ്റ് വൺ കണ്ണൂരുകാർക്ക് ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഓരോ ജില്ലയും സെൻറ്റേഴ്സായി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, വൃത്തിയായിട്ട് മനസ്സിൽ വെക്കുക. സോ GABക്ക് വേണ്ടി പ്രിപ്പറേഷൻ തുടരുക. ഓൾ ദി ബെസ്റ്റ്.